പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു സൈനിക സംഘർഷത്തിന്റെ വക്കിലാണോ എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നടത്തിയ നീക്കവും അതിന് ഇറാൻ നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന അമേരിക്കൻ നീക്കത്തിന് മുൻപ് ഹോർമുസിൽ യുഎസിന്റെ പരാജയപ്പെട്ടൊരു സൈനിക നീക്കമുണ്ടായിരുന്നു എന്നാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഏപ്രിൽ 12-നാണ് അമേരിക്കയുടെ 2 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകൾ ആദ്യമായി ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചത്. മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനും ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുമുള്ള ഒരു ശക്തി പ്രകടനം അഥവാ പവർ പ്രൊജക്ഷൻ ആയിരുന്നു അമേരിക്ക ഇതിലൂടെ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇറാൻ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഈ നീക്കം മിനിറ്റുകൾക്കുള്ളിൽ IRGC തടഞ്ഞുവെന്നാണ്. IRGCയുടെ അത്യാധുനിക ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും അമേരിക്കൻ കപ്പലുകളെ പൂർണ്ണമായും ലോക്ക് ചെയ്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ കപ്പലുകൾ അന്താരാഷ്ട്ര ജലപാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ സമുദ്രാതിർത്തിക്ക് വളരെ അടുത്തായിരുന്നു അവരുടെ നീക്കം. അമേരിക്കൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ പ്രവേശിച്ച നിമിഷം മുതൽ ഇറാന്റെ റഡാർ നിരീക്ഷണത്തിലായിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കാൻ ശ്രമിച്ച അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ തങ്ങളുടെ സൂയിസൈഡ് ഡ്രോണുകൾ വിന്യസിച്ചു. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. വെറും 5 മിനിറ്റിനുള്ളിൽ ഈ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള രീതിയിലായിരുന്നു ഇറാന്റെ സജ്ജീകരണമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അവസാന നിമിഷം അമേരിക്കൻ കപ്പലുകൾ തങ്ങളുടെ പാത മാറ്റുകയും സംഘർഷാവസ്ഥയിൽ നിന്ന് പിന്മാറുകയും ചെയ്തതുകൊണ്ടാണ് വലിയൊരു യുദ്ധം ഒഴിവായത്. ഇതിനെ ഒരു പരാജയപ്പെട്ട തന്ത്രമെന്നാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. മേഖലയിലെ ഇറാന്റെ സൈനിക കരുത്ത് അമേരിക്ക കുറച്ചു കണ്ടു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ സംഭവത്തിന് ശേഷം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഇറാന്റെ പരമോന്നത നേതാക്കളും സൈനിക മേധാവികളും വ്യക്തമാക്കുന്നത് തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് വിദേശ ശക്തിക്കും കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ്. ഈ സംഭവം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക രംഗത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ ഒരു ചെറിയ തീപ്പൊരി വീണാൽ പോലും അത് ലോകമെമ്പാടും വലിയ വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകും. അമേരിക്ക തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. മേഖലയിൽ ഇറാൻ കൂടുതൽ കരുത്താർജിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ.